ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു കോമൺ പ്രോബ്ലമാണ് ഹെയർ ലോസ്, അതുപോലെ തന്നെ ഡാമേജ്ഡ് ഹെയർ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. എൻ്റെ തലയിൽ മുടി കൊഴിച്ചിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് പോണ കണക്ക് മുടി കൊഴിച്ചിലായിരുന്നു. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നടന്നു പോകുന്ന വീട്ടിലാണെങ്കിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഹെയർ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഹോം മെയ്ഡ് റെമഡീസ് നോക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി, കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ അതൊന്നും വർക്കൗട്ടായില്ല. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് മാമ എർത്ത്. മാമ എർത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പം എനിക്ക് നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ അത്. അപ്പം ഇതാണ് പ്രൊഡക്റ്റ്. മാമ എർത്തിൻ്റെ ഹെയർ ഓയിലാണ്. സാധാരണ ഹെയർ ഓയിലല്ല, ഹിബിസ്കസിൻ്റെ ഡാമേജ് റിപ്പയർ ഹെയർ ഓയിൽ, അതായത് ചെമ്പരത്തി താളിയുടെ ഗുണമുള്ള ഹെയർ ഓയിലാണ്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഹിബിസ്കസും കറി ലീവ്സുമാണ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം മണമാണേലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ചെമ്പരത്തി താളിയുടെ ആ ഒരു സ്മെല്ല്. അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള മണമൊന്നുമല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ ഇതിൽ എഴുതിയേക്കുന്നത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഫോർ ഓൾ ഹെയർ ടൈപ്സ്. അപ്പോൾ എല്ലാത്തരം ഹെയറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് വർക്കൗട്ടായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് 100% റിസൾട്ട് കിട്ടിയ സാധനങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പം ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കുറേ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. സൺഫ്ലവർ സീഡ് ഓയിലുണ്ട്, അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലുണ്ട്, പിന്നെ ഭൃംഗരാജ നമുക്കറിയാവുന്നൊരു സാധനമാണ്. നമ്മുടെ ഹെയറിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഭൃംഗരാജ. ഭൃംഗരാജയുടെ സാധാരണ ഓയിൽസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ പിന്നെ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്ലസ്. പിന്നെ നെല്ലിക്കയുണ്ട്, കറി ലീവ്സ്, അതായത് കറിവേപ്പിലയുടെ ഗുണം എനിക്കത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. അത്രയധികം ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് കറിവേപ്പില. നമ്മളത് ഉള്ളിൽ കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും വളരെയധികം ഗുണമുള്ള സാധനമാണ് കറിവേപ്പില. അപ്പം അമ്മയൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിലും ഹെയർ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്കൊരു സ്കൂളിൽ പഠിക്കുന്ന സമയം, ഒരു 15 വയസ്സ് വരെ നല്ല മുടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഞാൻ മുടിയൊന്നും ശ്രദ്ധിക്കേണ്ടായി പോയതാണ്. അപ്പം ഈ വെളിച്ചെണ്ണയിൽ ചെമ്പരത്തി താളി, അതുപോലെ തന്നെ കറി ലീവ്സ്, പിന്നെ നെല്ലിക്ക, പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഒരെണ്ണ ഉണ്ടാക്കും, നല്ലൊരു മണമാണ്. അപ്പം അത് ഇങ്ങനെ കുളിക്കുന്നതിന് മുമ്പായിട്ട് തേച്ച് തരും. അത് ഇനി കുളിക്കും. അപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിൽ ഏറ്റവും മെമ്മറബിളായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണത്, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ എത്ര ഉണ്ടാക്കിയാലും, ഇപ്പം ഞാൻ തന്നെ അങ്ങനെ ഒരു എണ്ണ ഉണ്ടാക്കാൻ നോക്കിയാലും അത് ശരിയാവാറില്ല. അപ്പം അത്രയ്ക്ക് ബെനിഫിറ്റുള്ള സാധനമാണത്. അപ്പോൾ ഈ സാധനം എനിക്ക് ഉപയോഗിക്കുമ്പോൾ ആ ഒരു സ്മെല്ലും ഞാൻ അന്ന് യൂസ് ചെയ്ത ആ ഒരു സാധനത്തിൻ്റെ അതേ ഒരു ഗുണവും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തൊരു സാധനമാണ്. പിന്നെ എനിക്ക് എന്താ അതുണ്ടാക്കാൻ നമുക്ക് ഒന്നാമത്തെ കാര്യം ടൈമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിലും നമ്മൾ വർക്കിംഗ് വുമണും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അത് നടക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഈ മാമ എർത്തിൻ്റെ ഈ പ്രൊഡക്റ്റ്. നല്ല ഗുണമുണ്ടാവും. അതുപോലെ തന്നെ ഞാനിതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ആഴ്ചയിൽ 3 തവണയാണ് ഞാൻ ഹെയർ ഓയിൽ ചെയ്യുന്ന സമയം. അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ നന്നായിട്ടുണ്ട്. അപ്പം ചിലവർക്ക് ഡ്രൈ ഡാൻഡ്രഫ് ആയിരിക്കും, ചിലവർക്ക് അല്ലാതെ ഒരുപാട് മോയ്സ്ചർ തലയിലുണ്ടെങ്കിൽ, ഒരുപാട് ഓയിലി കണ്ടൻറ്റ് നമ്മുടെ തലയിലുണ്ടെങ്കിൽ ഡാൻഡ്രഫ് വരും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു കേസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചെടുക്കും. ഇതിങ്ങനെ തലയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട്, ഇപ്പം നമുക്ക് ഇതിൽ 2 ക്യാപ്പുണ്ട്, വേറൊരെണ്ണം അല്ലാതെ അടയ്ക്കുന്നതാണ്. നമുക്കിങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത്
അല്ലാതെ നമുക്ക് ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എനിക്ക് അതിനേക്കാളും ആ അടപ്പ് ഇങ്ങനെ ഒഴിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് തോന്നിയതും എഫക്റ്റീവായിട്ട് തോന്നിയതും ഇതാണ്. അപ്പോൾ ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റീം ചെയ്യാം. ഓക്കെ, സ്റ്റീമറൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്യാല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ആവി പിടിക്കുമ്പോൾ ആ ഒരു ഇതിൽ അതിൽ സ്റ്റീം ചെയ്ത് കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് വെക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുക. ഞാൻ ഷാമ്പു യൂസ് ചെയ്യുന്നത് മാമാർത്തിൻ്റെ തന്നെയാണ്. ഞാൻ അടുത്ത റിവ്യൂസായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു 1 മാസം കഴിയുമ്പോൾ തന്നെ 100% ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. കാരണം എൻ്റെ മുടി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസൊക്കെ ഇടാം കേട്ടോ, ഇവിടെ കൊടുത്തേക്കാം ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ്. അപ്പം അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് മുടി കൊഴിച്ചിൽ കാരണം ഞാൻ അവസാനം മുടി വെട്ടി, ഇത്രയും വെട്ടി മാരേജൊക്കെ കഴിഞ്ഞ ടൈമിൽ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് മുടി കൊഴിഞ്ഞില്ല. ഞാൻ ബാംഗ്ലൂരായിരുന്നു ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ വെള്ളത്തിലാണേലും ഈ ബ്ലീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുടിക്ക് അത്ര നല്ലതല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു ഹെയർ ഓയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയത് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഫോളിക് ആസിഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. പക്ഷെ മുടി ഒരുപാട് മാറി. എൻ്റെ മുടി കണ്ടാൽ തന്നെ ചകിരി പോലെ ഒരവസ്ഥയിലായിരുന്നു. ഇത്രയും രീതിയിലൊക്കെ എത്തിച്ചത് ഈ ഒരു ഓയിലാണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പ്രോഡക്റ്റ് പാരബിൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ക്രൂവാലിറ്റി ഫ്രീ ആണ്. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പാരബിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ മുടിക്കും നമ്മുടെ എന്താ പറയുക ഒട്ടും നല്ലതല്ല. കെമിക്കൽസ് അറിയാമല്ലോ ഓഫ് കോഴ്സ്. പിന്നെ ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നാച്ചുറൽ സാധാരണ കെമിക്കലൊന്നും ഇല്ലാത്ത സാധനങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അയച്ച് തരണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം എനിക്ക് എന്താ പറയുക ആദ്യമേ കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. ഓക്കെ, അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അതും ഹെയർ കെയർ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇനി അപ്കമിങ് വീഡിയോസായിട്ട് നമുക്ക് കാണാം. ബൈ.